ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെയുള്ള വിശേഷങ്ങളാണ്. രാവിലെ ഇടിയപ്പവും കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടലക്കറിക്കുള്ള സവാളയൊക്കെ വഴറ്റി അതിലേക്ക് ആവശ്യത്തിന് പൊടികളൊക്കെ ഇട്ട് എടുക്കുകയാണ്. അപ്പോൾ കടല ഞാൻ ഉരുളക്കിഴങ്ങും പകുതി സവാളയും കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചതാണ്. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഇടിയപ്പവും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വേഗം പണികളൊക്കെ കഴിക്കണം. ഒരു 12:30 മണിയാകുമ്പോഴത്തേനും ഞങ്ങൾക്കൊരു സ്ഥലത്ത് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ എല്ലാം ചെയ്ത് വെച്ചേക്കണം എന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ അതുകൊണ്ട് ധൃതി പിടിച്ച് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പോണത് ഉമ്മച്ചിയുടെ അനിയത്തിയുടെ വീട്ടിലാട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മച്ചിക്ക് 4 അനിയത്തിമാരാണ്, 2 ബ്രദറും. അപ്പോൾ അതിൽ രണ്ടാമത്തെ അനിയത്തിയുടെ വീട്ടിലാണ് പോണത്. അപ്പോൾ അവിടെ അനിയത്തിയുടെ മൂത്ത മകന് ഒരു ബേബി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ കാണാൻ വേണ്ടി പോകാനാണ്. അങ്ങനെ ഞങ്ങൾ ഉച്ചയോടുകൂടി പോയി. ഇതിപ്പോൾ അവിടെ ചെന്നതിന് ശേഷം കേട്ടോ. അപ്പോൾ ഒരു പ്ലോട്ടിൽ തന്നെ 2 വീടുകളാണ്. ഇത് ആദ്യം ഈ വീടാണ് ആദ്യം പണിത വീട്. ഇത് ഇളയാളുടെ വീടാണ്. ഇപ്പോൾ അമ്മച്ചിയുടെ അനിയത്തിക്ക് 2 ആൺമക്കളാണ്. അപ്പോൾ അതിൽ ഇത് മൂത്താളുടെ വീട്. ഇവിടെയാണ് ബേബി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ പ്ലോട്ടിൽ തന്നെയാണ് 2 വീടും. പിന്നെ ചെടികളും പൂക്കളും കണ്ടു കഴിയുമ്പോൾ അറിയാതൊരു വലിവ് അങ്ങടേക്ക് ഉണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ മനുഷ്യരെ കണ്ടേക്കാളും ഇഷ്ടം ഈ ചെടികളും പൂക്കളും കാടും മേടൊക്കെ കാണാനാണ്. അപ്പം ഞാൻ പയ്യെ അങ്ങോട്ട് പോയി. നല്ല പൂക്കൾ കേട്ടോ, റോസാപ്പൂക്കൾ. അപ്പോൾ അതങ്ങനെ വീഡിയോ എടുത്തതാണ്. ഇതൊക്കെ ഈ ബഡ് ചെയ്ത റോസ വാങ്ങി നട്ടേക്കണത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കിളികളും ചെടികളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അപ്പുറത്ത് കിളികളൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ആദ്യം കാണിച്ച വീട് തന്നെയാണ്. അപ്പം ഞാൻ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും. ഞാൻ പോണ സ്ഥലത്തൊക്കെ ഞാൻ ഇങ്ങനെ കുറേശ്ശെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇത് ഇളയാളുടെ വീടാണ്. ഇവിടെ 2 കുട്ടികളുണ്ട്. അവിടെ 3ാമത്തെ കുട്ടിയാണിപ്പോൾ ഇത്. ഇവിടുത്തെ കുട്ടികളാട്ടോ ഇവിടെ നിൽക്കുന്നത്. ഇത് ഇവൾക്കാണ് വാവ ഉണ്ടായിരിക്കണത്. ഇത് ഇവിടുത്തെ കുട്ടികൾ. ഇങ്ങോട്ട് തിരിയൂ ഗൈസ്. പിന്നെ വാവേനെയൊക്കെ കാണാനൊക്കെയായിട്ട് കയറിയായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഈ വീടിൻ്റെ ഹൗസ് ഫാമിങ്ങിൻ്റെ വീഡിയോ ചാനലിലുണ്ട് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അത് ചാനലിൽ കിടപ്പുണ്ട്. പിന്നെ കിളികളെ കണ്ടപ്പോൾ കിളികളുടെ അടുത്തേക്കൊന്ന് പോവാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. ഉമ്മച്ചിയുടെ ബാക്കി അനിയത്തിമാരും ഞാനും കൂടിയിട്ടാണ് വന്നേക്കണത്. അപ്പം ഞങ്ങൾ ബസ്സിനാണ് വന്നത്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഞങ്ങൾക്ക് തിരിച്ച് പോകാനും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒരു ബസ്സിലൊക്കെ വന്നപ്പോൾ നല്ലൊരു സന്തോഷം ഉണ്ടായിട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ഈ കിളികളെ കണ്ടിട്ട് അവരുടെയും കൂടി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മൂവാറ്റുപുഴ പിഴക്കാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താട്ടോ ഈ വീട്. പിന്നെ ഞങ്ങൾ കുറേ സമയം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ചായയൊക്കെ കഴിച്ച് അങ്ങനെ പോരാറായപ്പോൾ അവിടെ കയറി വീണ്ടും യാത്രയൊക്കെ പറഞ്ഞ് 2 വീട്ടിലും കയറി യാത്രയൊക്കെ പറഞ്ഞ് പോരാൻ നിൽക്കുന്ന സീനാണ് കേട്ടോ. അപ്പം ഞാൻ വേഗം അകത്ത് കയറിയിട്ട് അവളോട് യാത്ര പറയാനായിട്ട് പോയതാണ്. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടാ. പിന്നെ എവിടെ പോയിട്ട് വന്നാലും എൻ്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കാടും കരിയിലൊക്കെ കാണും നടാനായിട്ട്. ചെടികൾ തന്നെയാണ്. അപ്പോൾ അത് കണ്ടില്ല, അത് ചെണ്ടുമുല്ല എന്ന് പറയണേ പഴയ നാട്ടിൻപുറത്തൊക്കെ ഉണ്ടായ ചെടിയാട്ടോ. ഇപ്പോൾ അതൊന്നും എങ്ങും കാണാനേ ഇല്ല. അതൊക്കെ നടാന്ന് വിചാരിച്ച് അതിൻ്റെയൊക്കെ ഒരു കൊമ്പ് കൊണ്ടുവന്നതാണ്. പിന്നെ കാന്താരി കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ വിത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ എൻ്റെ ടെറസിൻ്റെ മുകളിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചായിരുന്നു. പൂ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് മുളകിനെന്ന് പറഞ്ഞ്. അതിലിതിപ്പോൾ കായൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. നല്ല വയലറ്റ് കളർ മുളകാണ്. അപ്പോൾ അതും പറിച്ചെടുക്കാറായിട്ടുണ്ട്. അപ്പോൾ അതും പറിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതിൻ്റെ അടുത്ത് പോയതാണ്. പിന്നെ ഇവിടെ പച്ചമുളക് നട്ടിട്ടുണ്ടായി ഞാൻ. അതിലും കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് ഒരെണ്ണം പഴുത്തിട്ടുണ്ട്. അത് വിത്തിനെടുക്കാമെന്ന് വിചാരിച്ചു.
ഈ പച്ചമുളകാണെങ്കിൽ ഞാൻ കാശ്മീരി മുളക് ആണ് പാവിയത്, പക്ഷേ ഉണ്ടായപ്പോൾ അത് വേറൊരു രൂപത്തിലാണ് ഇരിക്കുന്നത്. ഇതിന് എരിവ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആദ്യം എനിക്കിവിടെ കാശ്മീരി മുളക് ഉണ്ടായിട്ട് അത് ഞാൻ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ പോലെ തന്നെ കായ ഉണ്ടായപ്പോഴും അതേപോലെ തന്നെ നല്ല ഉരുണ്ട തന്നെ ഇരുന്നത്. ഇതിപ്പോൾ നല്ല നീണ്ട് ആയിട്ടാണ് മുളക് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷം